കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സമയത്ത് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. മരുപസ്കാരം കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഉമ്മ മരണപ്പെട്ടെ. ഞാനൊരു വയലിന്റെ മജ്‌ലിസിൽ വെച്ചിട്ടാ ഉമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ. അപ്പൊ ആ ഒരു ടെൻഷൻ ഉമ്മയല്ലേ ഇത്രയൊക്കെ ആണെങ്കിലും അല്ലാഹു മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കണ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ണൂര് നാദാപുരത്ത് വയലിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഫോൺ അടിക്കുന്നത്. പെട്ടെന്ന് എടുത്തപ്പോ പറഞ്ഞു, മോനെ പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഉമ്മയ്ക്ക് ഒട്ടും സുഖമില്ല, ഹോസ്പിറ്റലില്ല. രണ്ടാമതൊരാൾ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറോടൊന്ന് കൊടുക്കാൻ. ഡോക്ടറുടെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു ഉമ്മ മരണപ്പെട്ടു പോയി. പെട്ടെന്ന് ഷോക്കായി പോയി. ഒരു നിമിഷം ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ വല്ലാത്ത സങ്കടം വന്നു. കാരണം തലേ ദിവസവും ഞാൻ എൻ്റെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതാ. ഒരിക്കലും മരിക്കുമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. കാരണം പെട്ടെന്നുള്ള മരണം അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉമ്മ പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ വെള്ളിയാഴ്ചയല്ലേ അല്ലാഹു മരിച്ചേ. സ്വന്തം ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോഴും വല്ലാത്ത സങ്കടത്തിനപ്പുറം എനിക്കൊരു സന്തോഷം വന്നത്, അല്ലാഹു എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ചയല്ലേ, എൻ്റെ ഉമ്മയ്ക്ക് ഇതിനെക്കാലിനി എന്താ വേണ്ടേ. വ്യാഴാഴ്ച മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ എൻ്റെ ഉമ്മ മരിച്ച. TV കണ്ടുകൊണ്ടിരുന്നപ്പോഴല്ലല്ലോ. വല്ലവരുടെയും അസൂയ മറ്റുള്ളവരുടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദിക്ർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ എൻ്റെ ഉമ്മ മരിച്ചുപോയത്. എൻ്റെ ഉമ്മയ്ക്ക് ഇതിനെക്കാലം എന്താ വേണ്ടത്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉമ്മ മരിച്ചു എന്ന് എനിക്ക് മനസ്സിലാണില്ല. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ കൂടപ്പുറപ്പുകളോട് എല്ലാവരോടും ഞാൻ പറയാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ നമ്മൾ പൊന്നുപോലെ നോക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ വില നമുക്കറിയില്ല. ഞാൻ എല്ലാവരോടും പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കൊച്ചുമക്കളോട് പറയുന്നു, മക്കളെ ഉമ്മായും പാപ്പായും ജീവിച്ചിരിക്കുമ്പോ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ചെയ്തു കൊടുക്കണം. മക്കളെ മരിച്ച പോയടാ നമ്മൾ അനാഥരായി പോകും. ഉമ്മ പോയാ ഉപ്പ പോയാ, അതാ പണ്ടൊരു കവി പറഞ്ഞത്, ഉമ്മ പോയി എന്റെ എല്ലാം പോയി. ഉമ്മ പോയി എന്റെ എല്ലാം പോയി. ഉമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞടോ. വാപ്പ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അല്ലാഹു മരണപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഉമ്മാന്റെ മയ്യത്ത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മാ നമ്മളെ ഒറ്റയ്ക്കിട്ടിട്ട് പോയി കളഞ്ഞില്ലേ, എന്തൊരു സന്തോഷം. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, എൻ്റെ ഉമ്മായിക്ക് നേരെ ഖുർആൻ ഓതാൻ അറിയില്ല, അവർക്ക് അറബിയോ അങ്ങനെയുള്ള അറിവൊന്നുമില്ല, ഖുർആൻ ഒന്നും ഓതാൻ അറിയില്ല. എൻ്റെ ഉമ്മയ്ക്ക് കുറച്ചു വാചകങ്ങളും ചെറിയ 2-3 സൂറത്തുകൾ മാത്രം അറിയുന്ന ആ സാധുവായ ഉമ്മ തന്റെ 6 മക്കളെയും ആലിമീങ്ങളാക്കി. ഒരു ഉമ്മയ്ക്ക് കിട്ടുന്ന, എൻ്റെ ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വർഗ്ഗ ഉമ്മ ഒരു നന്മ ചെയ്തില്ലെങ്കിലും അല്ലാഹു സ്വർഗം തരും. കാരണം പ്രസവിച്ച 6 മക്കളെയും ആലിമാക്കി, 6 മക്കളെയും ആലിമീങ്ങളാക്കി, ഹാഫിളീങ്ങളാക്കിയില്ല. ഇനി എന്താ വേണ്ടേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരെ, അല്ലാഹു നൽകിയ മക്കൾ, അല്ലാഹു നമുക്ക് നൽകിയ മക്കൾ, ആ മക്കളെ ഇൽമു പഠിപ്പിക്കണം, നല്ല മക്കളാക്കണം. ആ പാവപ്പെട്ട പാലക്കാടുകാരിക്ക് മയ്യത്ത് കാണാനും ദുആ ചെയ്യാനും സയ്യിദന്മാര് വന്നു, എത്രയോ പണ്ഡിതന്മാര് വന്നു, എത്രയോ പേര് വന്ന് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് പോയി. അറിയാത്തവര് പോലും, നിങ്ങളുടെ നാട്ടുകാർ പോലും ഇതിനു വേണ്ടി ദുആ ചെയ്തില്ലേ. ഇതെല്ലാം എന്തിന്റെ പേരില. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലത് ചെയ്താൽ അല്ലാഹു നമുക്ക് നല്ല മരണം തരും. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. പക്ഷെ നല്ല മരണം വെറുതെ കിട്ടൂല എന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല. നല്ല മരണം കിട്ടണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ലത് ചെയ്താൽ അല്ലാഹു നമുക്ക് നല്ല മരണം തരും. വെറുതെ കിട്ടൂല. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യണം. എല്ലാരും എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു വിഷയമാണ് മക്കള് നന്നാകണം. ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. മക്കളെ കുറിച്ച് നമ്മൾ പരാതി പറയാറുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും മക്കളെ കുറിച്ച് പറഞ്ഞത് 2 ആയത്തുകൾ ഖുർആനിൽ കാണാം. ഒരേ വിഷയത്തിൽ 2 ആയത്തുകൾ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നമാ അംവാലുക്കും അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. ഖുർആൻ പറയുന്നു, മക്കളെന്ന് പറയുന്നത് ചില മാതാപിതാക്കൾക്ക് അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ്, കണ്ണിന് കുളിർമയാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് കാരണം പടച്ചവനെ ഞാൻ ഇന്ന കുട്ടിയുടെ ഉപ്പയാണെന്ന് പറയാൻ ആഗ്രഹിക്കുക പിതാവ്. ഞാൻ ഇന്ന കുട്ടിയുടെ ഉമ്മയാണ്, ഇന്ന ഉസ്താദിന്റെ ഉമ്മയാണ്, ഇന്ന ഉസ്താദിന്റെ വാപ്പയാണ്. മക്കളിലൂടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്റെ മകൻ, എന്റെ മകളി എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമായി കാണുന്ന ചില മാതാപിതാക്കൾ. ആ മക്കള് കാരണം നാളെ സ്വർഗത്തിലേക്ക് അവർ കടന്നു പോകും. മക്കളുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം. അപ്പൊ മക്കളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അത് ചില മാതാപിതാക്കൾക്ക് അനുഗ്രഹമാ, അവർക്ക് വലിയൊരു അംഗീകാരമാ, അവരുടെ കണ്ണിന് കുളിർമയാ, അവർക്ക് സൗഭാഗ്യമാ, അവർക്ക് സ്വർഗമാ എന്ന് ഖുർആൻ പല രീതിയിലും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേ ഖുർആൻ തന്നെ മക്കളെ കുറിച്ച് പറയുന്നു, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. ചില മക്കള് മാതാപിതാക്കൾക്കും ഫിത്നയാ, നഷ്ടമാ, കണ്ണുനീരാ, നാശമാ, സങ്കടമാ. ഇന്ന കുട്ടികളുടെ ഉപ്പയാണെന്ന് പറയാൻ പോലും നാണക്കേട്, ഇന്ന കുട്ടിയുടെ ഉമ്മയാണെന്ന് പറയാൻ പോലും നാണക്കേട്. അള്ളാഹുവിനോട് പോലും ചോദിക്കുന്നു, പടച്ചവനെ എന്തിനാ അല്ലാഹ് എനിക്ക് ഇങ്ങനെ ഒരുത്തനെ തന്നെ? എത്രയോ പേര് മരിച്ചു പോന്നുള്ള, ഇവനൊന്നും പറ്റണില്ലല്ലോ പടച്ചവനെ. ഉമ്മ ചോദിക്ക, ഉപ്പ ചോദിക്ക. നാളെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ കാരണം അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോൾ ഈ മക്കള് പടച്ച റബ്ബിന്റെ മുമ്പിൽ പിടിച്ചോണ്ട് വന്നിട്ട് പറയണം, ആർക്കും കൊടുത്താലും എന്റെ ഉപ്പാന് സ്വർഗം കൊടുക്കരുത്, എന്റെ ഉമ്മാനെ സ്വർഗത്തിൽ വിടരുത് എന്ന് പറയുന്ന മക്കൾ ഒരു വിഭാഗം. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇന്നത്തെ കുട്ടികളെയാണ് കുറ്റം പറയുന്നത്. അവരെ കുറിച്ച് മാത്രമേ പരാതി പറയാനുള്ളൂ. സ്വാഭാവികമായിട്ട് എല്ലാവരും തന്റെ മക്കളെ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം ആരാ എന്നുള്ളത്. മാതാപിതാക്കളുടെ കയ്യിലും പങ്കുണ്ടല്ലോ മക്കൾ ഇങ്ങനെ നശിച്ചു പോകാൻ, മക്കളിങ്ങനെ ഒരു മോശമായ സ്വഭാവം ഉണ്ടാകാൻ നമ്മളും കാരണക്കാരാണല്ലോ. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നമ്മുടെ മക്കൾ. ആ മക്കളെ വളർത്തേണ്ടത് എങ്ങനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത്, അത് സാധാരണ ഒരു കാര്യമല്ല. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന് പറയാത്തതൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പറയാത്തതൊന്നുമില്ലല്ലോ. അള്ളാഹിന്റെ ഖുർആനിൽ എല്ലാം ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ ഞാനും നിങ്ങളും ഖുർആനിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഒരുപാട് മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അള്ളാഹു അവർക്ക് കൊടുത്ത അദാബുകളെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അള്ളാഹു തന്നെ പറയുകയാണ്, ഏറ്റവും മനോഹരമായ ചരിത്രം എന്നൊരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാ, അള്ളാഹു തന്നെ അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രമെന്ന് പരിചയപ്പെടുത്തിയത് ഒരു പ്രവാചകന്റെ ചരിത്രമാണ്. ഏത് പ്രവാചകനെന്നറിയോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന്. ആ പ്രവാചകന്റെ ചരിത്രത്തെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുമ്പോ ആരാണ് യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ എന്നറിയോ? പെങ്ങളെ, 12 മക്കളുടെ വാപ്പയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് എന്ന് പറയുന്ന 12 മക്കളെ പോറ്റി വളർത്തിയ പിതാവിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്ന ഖുർആനിലെ ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒരു പിതാവ് ആരാണ്, ഒരു പിതാവ് എങ്ങനെയായിരിക്കണം, ഒരു പിതാവ് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, അവരോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒരു പ്രവാചകന്റെ ചരിത്രം പഠിപ്പിച്ചു തരുമ്പോ യാക്കൂബ് നബിയെ കുറിച്ച് പഠിക്കണമടോ. സാധാരണ ഒരു പ്രവാചകനല്ല, പാരമ്പര്യം മുഴുവനും പ്രവാചക പരമ്പരകൾ കൊണ്ട് നിറഞ്ഞ പ്രവാചകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം.
യാക്കൂബ് നബിയുടെ പരമ്പരയെടുത്ത് തിരഞ്ഞു നോക്ക്. തന്റെ പിതാവാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. പടച്ചവനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് ഇസ്ഹാഖ് നബി. അവിടുത്തെ തലമുറകളെടുത്ത് നോക്ക്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അവിടുത്തെ പിതാവാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുകളിലേക്ക് പരമ്പര നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. പടച്ചവനെ അവിടുന്ന് പരമ്പരകൾ ഇങ്ങനെ ദാവൂദ് നബി, അവിടുന്ന് ഇങ്ങനെ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പാരമ്പര്യം പറയാൻ കഴിയുന്ന പ്രവാചകനാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, യാക്കൂബ് നബിയുടെ ചരിത്രം ഏത് പിതാവും വായിച്ചു നോക്കണം, ഏത് ഉമ്മയും വായിച്ചു നോക്കണം. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, ഏത് രീതിയിലാണ് മക്കളോട് പെരുമാറേണ്ടത്. യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രത്തിലൂടെയൊന്ന് കടന്നു പോകാം. ഒന്നിനെയല്ല രണ്ടിനെയല്ല 12 മക്കളെ വളർത്തിയ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയോ? ആ പിതാവും ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? ഇന്ന് മക്കള് കാരണം സങ്കടപ്പെടുന്ന മാതാപിതാക്കളോട് ആ ഖുർആൻ പറഞ്ഞ വാപ്പയെ പോലെ ഞാനും നിങ്ങളും ആകാത്തത് കൊണ്ടാണ് ഇന്ന് സങ്കടപ്പെടേണ്ടി വരുന്നത്, കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നത്, മക്കള് കാരണം പടച്ചവനെ പ്രയാസത്തിലാകുന്നത്. അതുകൊണ്ട് യാക്കൂബ് നബിയുടെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തണേ അല്ലാ. 12 മക്കളെ വളർത്തിയ പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് എങ്ങനെയാണ് മക്കളെ വളർത്തിയത് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രത്തിലൂടെ ഒന്ന് നമുക്ക് സഞ്ചരിക്കാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ആദ്യം പറയുന്നു, ഇന്ന് വയലല്ല, നിങ്ങൾ വലിയ വയല് പ്രതീക്ഷിക്കരുത്. ഇന്ന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് അത്ര കരുതിയാൽ മതി. വയൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇന്നലെ ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ ഇന്ന് ഒരു ക്ലാസ് ആണ്, നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത, യാക്കൂബ് നബി എപ്പോഴും തന്റെ മക്കളെ ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് നബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, തന്റെ പൊന്നാര മക്കളെ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപദേശിക്കും. തന്റെ പൊന്നാര മക്കളോട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യമെന്താ? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്താണ്? തന്റെ മക്കളെ മുഴുവനും വിളിച്ചടുത്തെത്തിയിട്ട് പിതാവ് പറയുന്ന, മക്കള്, ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ല, സുഖിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല, ഇഷ്ടമുള്ളത് തിന്നാനുള്ളതല്ല. അല്ലാഹുവേ, യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കളോട് പറയുന്നത്, തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, നിനക്കൊരു ദീനുണ്ട്, നിനക്കൊരാദർശമുണ്ട്, നിനക്കൊരു വിശ്വാസമുണ്ട്, നിന്നെ പടച്ച ഒരു റബ്ബുണ്ട്, നീ അല്ലാഹുവിന്റെ അടിമയാണ്. യജമാനൻ പറയുന്നത് പോലെ വേണം അനുസരിക്കാൻ. മക്കളെ, തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല, നിനക്കിഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ, ദീനനുസരിച്ചു കൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നിനക്ക് ഈമാനുള്ള ഒരു മരണം കിട്ടൂ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം അവിടെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ദീനനുസരിച്ച് വേണം ജീവിക്കാൻ, ദീന് പറയുന്നത് പോലെ വേണം ജീവിക്കാൻ. തന്റെ 11 മക്കളെയും 12 മക്കളെയും ആ പിതാവ് വിളിച്ചിരുത്തി ഉപദേശിക്കുകയാണ്. അവിടെ നിന്ന് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് മഹാനായ യാക്കൂബ് നബി
അലൈഹിസ്സലാം തന്റെ മരണം അടുത്തു വന്നപ്പോ മരിക്കുന്നതിന് തൊട്ടു മുമ്പും തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിക്കുകയാണ്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാദാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് വാപ്പ പറയുന്നു, മക്കള്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ഏത് ദീനാണ് മുറുകെ പിടിക്കേണ്ടത്? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എല്ലാ വാപ്പ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാപ്പ പോവുകയാണ്, വാപ്പയുടെ മരണം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നാര മക്കള്, വാപ്പ മരിച്ചു കഴിഞ്ഞ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? വാപ്പ പഠിപ്പിച്ചു തന്നല്ലോ. അതുകൊണ്ട് വാപ്പയുടെ മരണശേഷം നിങ്ങൾ ആരാധിക്കുമെന്ന് നിങ്ങൾ തന്നെ പറയാൻ വാപ്പ മക്കളോട് ചോദിക്കുകയാണ്, മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ സമയത്ത് തന്റെ പൊന്നാര മക്കള് പറഞ്ഞു, വാപ്പാ ഞങ്ങൾ ആരാധിക്കുന്നത് ആരെയാണ്? നിങ്ങൾ പേടിക്കണ്ട. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ആ പരമ്പരകൾ ആരെയാണോ ആരാധിച്ചത് അതേ റബ്ബിനെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതേ ആദർശമാണ് മുറുകെ പിടിക്കുന്നത്. അതേ ദീനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരണുമണി തൂക്കം പോലും ഞങ്ങൾ ആദർശത്തിൽ വെള്ളം ചേർക്കൂല. ആ ദീന മുറുകെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ടെന്ന് പ്രിയപ്പെട്ട മക്കള് പറയുമ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് മരണത്തിന് തൊട്ടു മുമ്പ് ചിരിക്കുകയാ, സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. പടച്ചവനെ, തന്റെ മക്കള് അല്ലാഹുവിനെയാണല്ലോ ആരാധിക്കുന്നത്. പടച്ചവനെ, പരിശുദ്ധമായ ദീനനുസരിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഉപ്പയോടും ഉമ്മയോടും ചോദിക്കട്ടെ, പടച്ചവനെ, നിങ്ങളിൽ ആരാണ് തന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാ? ആദർശം തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അത് നമ്മുടെ ബാധ്യതയാണല്ലോ. അത് ഓരോരുത്തരുടെയും കടമയാണല്ലോ. കാരണം ആദർശം എന്ന് പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉസ്താദന്മാരുടെ മാത്രം ജോലിയല്ല. ആദർശം എന്ന് പറയുന്നത് അമാനത്താ. 1500 കൊല്ലം മുമ്പ് നബിതങ്ങൾ തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാന പ്രഭാഷണത്തിൽ നബിതങ്ങൾ പ്രഭാഷണം കഴിഞ്ഞു. സ്വഹാബാ ബല്ലിഗ് അന്നീ വലൗ ആയാ, നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടത് പോയി പകർന്നു കൊടുക്കാറ്. എങ്ങോട്ടാണോ അവരുടെ ഒട്ടകങ്ങളും കുതിരകളും നിന്നത്, പ്രബോധനവുമായി ഓരോ നാടുകളിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ പരമ്പരകൾ കൈമാറി നിന്റെ കയ്യിലെത്തിയിരിക്കുന്ന പരിശുദ്ധമായ ദീനെന്ന് പറയുന്ന ഈ ആദർശമുണ്ടല്ലോ, ഇത് മുറുകെ പിടിക്കുകയും ഇത് നിന്റെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും നിന്റെ കടമയാണ്, നിന്റെ ബാധ്യതയാണ്. പെങ്ങളെ, അമാനത്താണ്. വാപ്പാ, ഇത് അമാനത്താണ്. അമാനത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാ. വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് അമാനത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ അകത്ത് പോലും യോജിപ്പില്ലടോ. ഒരു വീടിന്റെ അകത്ത് പോലും യോജിപ്പില്ല. വാപ്പയ്ക്കൊരാദർശമാണ്, ഉമ്മയ്ക്കൊരാദർശമാണ്, മക്കൾക്ക് മറ്റൊരാദർശമാണ്. പടച്ചവനെ, എന്തു വന്നാലും നാട്ടുകാരുടെ മുമ്പിലല്ല, സ്വന്തം വീടിന്റെ അകത്ത് പോലും തർക്കമാണോ. 27 വന്നാൽ, പറാത്തിരാവ് വന്നാൽ, പടച്ചവനെ, അതാ റബീഉൽ അവ്വൽ വന്നാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തറാവീഹിന്റെ വിഷയം വന്നാൽ, പിറകാണെന്ന വിഷയം വന്നാൽ, ഒരു വീടിന്റെ അകത്ത് പോലും പടച്ചവനെ ഒത്തൊരുമയില്ല. വല്ലാതെ തർക്കമാണ്. അവിടെ കിടന്ന ആദർശത്തിന്റെ വിഷയത്തിൽ പോലും യോജിപ്പില്ലാതെ പോകുന്ന കാലമാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, എന്തിനാണിത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ മോശമായ ഒരു കാലഘട്ടമാണ്. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ അവർ ദീൻ പഠിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്നാ സഹോദരാ, ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നാ.
നിന്നാണ്, ഏതെങ്കിലും പ്രവാസന ക്ലിപ്പുകളിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആദർശം എന്ന് പറയുന്നത് അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായം 73 വിഭാഗമാകും, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തില് 72 വിഭാഗവും നരകത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശം എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മനസ്സിലാക്കണം. എന്റെ സമുദായം 73 വിഭാഗമാകും, മുസ്ലിമീങ്ങൾ 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തിൽ 72 എണ്ണവും നരകത്തിൽ പോകും. ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. 72 വിഭാഗത്തിൽ കേരളത്തിൽ ഇപ്പൊ എത്ര വിഭാഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. മുസ്ലിം സമുദായം 72 വിഭാഗമാകും. അതിൽ ഇപ്പൊ തന്നെ എത്ര വിഭാഗം, ഓരോന്നിനും പോഷകമാ, ഇങ്ങനെ എണ്ണാനേ സമയമുള്ളൂ. അപ്പൊ ഈ സ്വർഗത്തിൽ പോകുന്നത് ഒരേ ഒരു വിഭാഗം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുവാറാകട്ടെ. ആമീൻ പറഞ്ഞു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാന്ന് ചോദിച്ച ഈ 72 വിഭാഗവും പറയും ഞങ്ങളായി. ഒരു ദിവസം 2 വഖത്ത് നമസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിം ഉണ്ട്. ഓനും പറയും ഞങ്ങളാ സ്വർഗത്തിൽ പോകുന്നത്. നബിദിനം വരുമ്പോ, റബീഉൽ അവ്വൽ വരുമ്പോ കുറ്റം പറയുന്നവൻ, മഹാന്മാരെ കുറ്റം പറയുന്നവൻ, അവൻ പറയും ഞങ്ങൾ മാത്രം പോകാം. എല്ലാരും ഇതാ പറയാ, എല്ലാരും പറയുന്നത് പടച്ചവനെ ആ ഒരു വിഭാഗം ഞങ്ങളാ, ഒരു വിഭാഗം ഞങ്ങളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അറിയണില്ല ഇതിൽ ആരാണെന്ന് അറിയാൻ ഇന്നത്തെ തലമുറ. കാരണം അവര് ദീനോ പ്രഭാഷണമല്ല ക്ലിപ്പുകളാ കേൾക്കുന്നേ. ചെറിയ ചെറിയ നോട്ടുകളും വായിച്ചിട്ട് അവരിങ്ങനെ ദീൻ പഠിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതൊക്കെ വല്ലാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, നിസ്സാരമായി കാണേണ്ടതല്ല. ആ സ്വർഗത്തിൽ പോകുന്നത് ഒരേ ഒരു വിഭാഗം. അതാരാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ, സ്വഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാർ, ഔലിയാക്കന്മാർ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മഹാന്മാർ, പടച്ചവനെ ആ പരമ്പരകൾ കൈമാറി ആ പരമ്പരകൾ കൈമാറി വന്നിരിക്കുന്ന പരിശുദ്ധമായ ദീൻ എന്ന് പറയുന്ന ആദർശമുണ്ടല്ലോ, ആ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. അവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ, അവരാണ് ആ സ്വർഗത്തിൽ കടന്നു പോകുന്ന ഒരു വിഭാഗം. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ സുന്നത്ത് ജമാഅത്ത്, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആദർശം ഇങ്ങനെ മുറുകെ പിടിച്ച്, സുന്നികൾ എന്ന് പറയുന്നത് നമ്മള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറയുന്ന വാക്കിൽ മാറ്റമൊന്നുമില്ല. ഇപ്പൊ മഹാനായ തങ്ങൾ ഇവിടെ വന്നിട്ട് പോയി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ തങ്ങൾക്ക് സമസ്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാളെ അത് മാറ്റണ പരിപാടിയില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാ, പിന്നെ മാറ്റേണ്ട ആവശ്യം വരൂല. അപ്പൊ അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം അവരാ. ആ കുടിക്കേടിലാണ് ഞാനും നിങ്ങൾ ഇങ്ങനെ നടക്കേണ്ടത്. ആ ആലിമീങ്ങളെയാണ്, അവരുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. അതുകൊണ്ടാണ് മക്കളെ പഠിപ്പിക്കുവാനും നോക്കുവാനും പറയുന്നത്, അല്ലാതെ ഇങ്ങനെ വിടലല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മൾ ആദർശം, ദീൻ മുറുകെ പിടിക്കണം. ആദർശം നമ്മൾ മുറുകെ പിടിക്കണം. എന്തു വന്നാലും അതിൽ വെള്ളം കലർത്തരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ കുട്ടികളൊക്കെ ചോദിക്കും, ഉസ്താദെ, ഈ 72 വിഭാഗത്തിന്റെയും നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് താടിയില്ലേ, തഴമ്പില്ലേ, ഉസ്താദന്മാരല്ലേ, തങ്ങന്മാരല്ലേ? പടച്ചോനെ, ഇവരൊക്കെ തന്നെ ഞങ്ങൾ ഇതെന്താപ്പാ? എന്റെ പൊന്നാര ചങ്ങാതി, ഈ താടിയും തഴമ്പും കണ്ട് വീണു പോകരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ താടിയും തഴമ്പും വീണിട്ട് നീ മനസ്സിലാക്കേണ്ടത്, ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദീനാവൂല. താടിയുള്ള ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞത് ദീനാകണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? അത് ആലിമീങ്ങളാ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങൾ എന്തോ വെടികൊണ്ടതുപോലെ ഇരിക്കണം. ആരാ? പച്ച മലയാളത്തിൽ പറ, ആരാ? ആലിമെന്ന് പറഞ്ഞ ഉസ്താദറോ? ആരാ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? അസൂയ നോക്കിയ പറയാനൊരു മടിയുള്ള പോലെ. ആരപ്പാ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആരാ താത്തമാരെ ഏറ്റവും നല്ലവര്? ഉസ്താദന്മാർ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.
ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ടവരാരാന്നറിയാവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനാരാ? ഉസ്താദ്. ഏറ്റവും മോശമായവനാരാ? അവനും ഉസ്താദാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും മോശമായ ആളാരാ? അത് ഉസ്താദാ. ഇബ്ലീസ് ആരാ? മലക്കുകളുടെ ഉസ്താദാ. ഇബ്ലീസ് ആരാ? മലക്കുകളുടെ ഉസ്താദാ, അവന് ഉസ്താദാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോലത്തിലൊന്നും കാര്യമില്ല, ഇതൊക്കെ വേറെ. കോലത്തിലൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും കണ്ട് നമ്മൾ വീണു പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ വേണം, ഒക്കെ വേണം. ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ഇപ്പൊ കട ഉദ്ഘാടനം ചെയ്യാനും വീട് പാല് കാച്ചാനും കുറ്റിയടിക്കാനും എല്ലാത്തിനും ആരെയും വിളിക്കണം? ഉസ്താദിനെ വിളിക്കണം. എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യത്തിനും ഉസ്താദിനെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. ബർക്കത്താ, നല്ല കാര്യമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ ഉദ്ഘാടനം ചെയ്യാൻ ആരെയും വിളിക്കണ്ടേ? ഉസ്താദിനെ വിളിക്കണം. കട ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദിനെ വിളിക്കണം. വീട് കുറ്റുക എല്ലാ കാര്യത്തിനും ഉസ്താദിനെ വിളിക്കണം. സിനിമാ താരത്തെ വിളിച്ചാൽ കട പൂട്ടിപ്പോകും, അത് വേറെ കാര്യം. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഉസ്താദന്മാരെ വിളിക്കണം ഏത് കാര്യത്തിന്. നമ്മൾ വിളിക്കും. കട ഉദ്ഘാടനം ഒരു ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പടച്ചോനെ ഉദ്ഘാടനത്തിന് വിളിക്കും. ഉസ്താദ് സുബൈക്ക് മുമ്പ് വന്നിട്ട് ആരും കാണാതെ ഷട്ടർ പൊക്കി കയറിയിട്ട് ദുആ ചെയ്തിട്ട് പൊക്കോണം. ഉസ്താദിനെ വെളുപ്പാൻ കാലത്ത് ആരെയും കാണൂല. സുബഹിക്ക് മുമ്പ് ആരും കാണാതെ കൊണ്ടുവന്ന് ഷട്ടർ പൊക്കി കള്ളനെ കയറ്റുന്ന പോലെ കയറ്റി ദുആ ചെയ്യിപ്പിക്കും. 10 മണിയാകുമ്പോ മലക്കുകളെ കൊണ്ടുവരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് വേറെ വിഷയം, അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദിനെ വിളിക്കുമ്പോ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കുന്ന 4 ശരീരങ്ങളിൽ ഒരു ശരീരം ഉസ്താദിന്റെ ശരീരമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ കോലത്തിലൊന്നും വീണു പോകരുത്. ഇപ്പൊ എല്ലാം കോലത്തിലാ വീഴുന്നത്. വലിയ താടിയും തഴമ്പും ഷാളും ദിക്റും തസ്ബീഹായിട്ട് ഇങ്ങനെ നടക്ക. ഓൺലൈൻ മുതൽ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ആളെ നിർത്തിയിരിക്ക. വലിയവൻ അവിടെ ഒരു തങ്ങളുണ്ട്, അവിടെ ഒരു ഉസ്താദുണ്ട്, ചുട്ട കോഴി വരെ പറപ്പിക്കും. ഇങ്ങനെ ആളെ നിർത്തിയിരിക്ക. ഇങ്ങനെ ആളെ നിർത്തിയിരിക്കുന്നു. വലിയൊരാളുണ്ടെന്ന്. പെണ്ണുങ്ങളെ കൂടുതലും പെട്ടുപോണേ. അല്ല, ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വെള്ളം ഓതി നടന്നാൽ മതി. വേറെ പഠിത്തമൊന്നും ഇല്ലല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. രാവിലെ ഓൺലൈൻ എടുക്ക. എന്റെ വീടിന്റെ പരിസരത്ത് ഇപ്പൊ ഓൺലൈന്റെ കാലമാണ്. എല്ലാം ഓൺലൈന്റെ കാലം. രാവിലെ മുതൽ ഇറങ്ങും. പടച്ചോനെ, ഇല്ലാത്തൊരവസ്ഥ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് ലൈവാണോ? പറയാൻ വല്ലതും പേടിയാ. കാരണം കാലം എങ്ങനെ ആയിപ്പോയിടും. എവിടെന്നാ ക്ലിപ്പർ എങ്ങനെയെന്ന് അറിയില്ലല്ലോ. പണ്ടൊക്കെ ഒരു ചരട് ഓതണമെങ്കിൽ ഉസ്താദെ ഒരു നൂല് ഓതി തരണം, ഉസ്താദെ ഇത്തിരി വെള്ളം ഓതി തരണം, ഉസ്താദിന്റെ അടുക്ക പോകും. ഇപ്പത്തെ അവസ്ഥ എന്തെന്നറിയോ? എന്റെ വീടിന്റെ പരിസരത്ത് ഒരു ഉമ്മ സുഖമില്ലാതെ കിടന്നപ്പോ ഞാൻ ഒന്ന് കാണാൻ പോയി. കുറെ നാളുകൾക്ക് ശേഷം കാണാൻ വേണ്ടി പോയപ്പോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയൽവാസിയായ ഒരു താത്ത ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് പറഞ്ഞു, ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കണില്ല. ഇന്നലെ മുതൽ ആടൊന്നും കഴിക്കണില്ല. 2 ദിവസമായി ആടൊന്നും കഴിക്കണില്ല. എങ്ങനെ പറഞ്ഞു? ഇപ്പൊ ആ വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അകത്ത് പോയിട്ട് മോള് ഒരു മൊന്ത വെള്ളം എടുത്തോണ്ട് വന്ന് കൊടുത്തു. ഉമ്മ ഇത് കൊടുത്തു, താത്ത അതും കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഇറങ്ങി പോണ സമയത്ത് ഞാൻ ചോദിച്ചു, ആ വെള്ളം ഏതാന്ന്? അത് ഉമ്മ രാവിലെ മജ്ലിസിൽ ഇരുന്ന് ഓതിയതാണെന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമ്മ രാവിലെ ഇങ്ങനെ ഏതോ വലിയ മജ്ലിസിൽ ഇരുന്നിട്ട് ഓതി വെച്ചിരിക്കും. ഉസ്താദം അത് അവസ്ഥ ഞാൻ ആയിപ്പോയി. നമ്മള് എടോ, മഹാൻ ഇന്നിങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നും നല്ലതല്ല. ഒരിക്കലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോ അല്ലെങ്കിൽ മഹത്തായ ആലിമീങ്ങളോ അവരൊന്നും ഇതൊന്നും ആഗ്രഹിക്കണില്ല. നാട്ടുകാര് കാണണം, പറയണം. നിനക്ക് ആലിമിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ആലിമെന്ന് പറഞ്ഞാൽ ആരാ? മഹാന്മാരെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കണില്ല. അവരുടെ കാര്യങ്ങൾ മറ്റൊരാൾ അറിയുന്നത്, ജീവിച്ചിരിക്കണ കാലത്ത് അറിയുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഏറ്റവും വലിയ ഒരു തെളിവ് നോക്കിയാൽ, ഒരിക്കൽ മസ്ജിദ് നബവി നമ്മൾ ചരിത്രം എടുത്തു നോക്ക്. ഒരിക്കൽ മദീനത്തും മഴയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കയിൽ മഴയില്ലാതെ, മദീനത്തും മഴയില്ലാതെ എല്ലാരും പ്രയാസപ്പെടുന്ന സമയത്ത് സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടി, ജനങ്ങളും മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്തു. അന്ന് മഴ പെയ്തില്ല. സഹാബികൾ ഉൾപ്പെടെ അന്ന് എല്ലാവരും വൃച്ചവനെ ഒരുമിച്ച് കൂടി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. അന്ന് രാത്രിയിൽ ഒരാളിങ്ങനെ പള്ളിക്കകത്ത് കിടക്ക. അപ്പൊ ഒരു കറുത്ത മുടിയൊക്കെ ജട പിടിച്ച ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നു. ബോറടിക്കുന്നുണ്ടോ? മടുക്കണമെങ്കിൽ പറയണം കേട്ടാ.
അപ്പൊ ഒരാളിങ്ങനെ പള്ളിക്കകത്ത് കയറി വന്ന് കാണാൻ തന്നെ കോലം നല്ലതല്ല. ഇദ്ദേഹം ഇങ്ങനെ പള്ളിക്കകത്തേക്ക് കയറി വന്നു. പടച്ചോനെ നിസ്കാരം തുടങ്ങി. ഒരുപാട് നേരം ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഉറങ്ങണ ആള്, പള്ളിക്കകത്ത് കിടക്കണ ആള് ഉറങ്ങുവാണോ എന്ന് കറക്റ്റ് കൺഫേം ചെയ്യാ. സത്യത്തിൽ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, ചുമ്മാതെ കിടക്ക. ഇദ്ദേഹം നോക്കണൊക്കെ കാണുന്നുണ്ട്. അപ്പൊ കണ്ണടച്ചതുപോലെ ഇങ്ങനെ കിടന്നു. ഉറങ്ങി എന്ന് മനസ്സിലാകുമ്പോ, അദ്ദേഹം ഉറക്കമാണെന്ന് മനസ്സിലായപ്പോ ഇദ്ദേഹം ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാനോട് ദുആ ചെയ്തു, പടച്ചോനെ ഞാൻ ഈ കൈ താഴ്ത്തി ഇവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് നീ മഴ പെയ്യിപ്പിച്ചിരിക്കണം. അള്ളാനോട് പറയാ, അള്ളാഹുവേ ഞാൻ ഈ ദുആ ചെയ്ത കൈ മടക്കി ഇവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഴ തന്നിരിക്കണം. ഈ പള്ളിക്കകത്ത് കിടക്കണ ആള് ചിരിക്കുക, പടച്ചോനെ ഇന്ന് പകല് നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അള്ളാന്റെ അടുത്ത് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് മഴ പെയ്തിട്ടില്ല. ഇവൻ ആരാടാ ഇവിടെ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് പെയ്യിപ്പിക്കണമെന്ന് അള്ളാഹിനോട് പറയുന്നു. ചിരി വന്നു അദ്ദേഹത്തിന്. അദ്ദേഹം മിണ്ടാതെ കടന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ പാവപ്പെട്ട മനുഷ്യൻ ദുആ ചെയ്തിട്ട് കൈ താഴ്ത്തുന്നതിന് മുമ്പേ ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങി. അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിച്ചു. രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്തു. അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഈ കിടന്നുറങ്ങിയ ചങ്ങാതി ഇദ്ദേഹത്തിന്റെ പുറകിൽ പോയി. ആരാന്നറിയണമല്ലോ. അങ്ങനെ നടന്ന് വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അല്ല ഹബീബേ, നിങ്ങൾ ആരാ, നിങ്ങളുടെ പേരെന്താ? നിങ്ങൾ ഇന്നലെ രാത്രി മഴ പെയ്തപ്പോ നിങ്ങൾ ദുആ ചെയ്തപ്പോഴാ മഴ പെയ്തേ, ഞാൻ കേട്ടു. നിങ്ങൾ അല്ലാഹുവോട് പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ആകാശത്ത് നിന്നും മഴത്തുള്ളി വീണു. നിങ്ങൾ ആരാ? സാധാരണ ആളൊന്നുമല്ല. നിങ്ങളുടെ പേരെന്താ? അങ്ങോട്ട് ചോദിക്കേണ്ട താമസം ആ മഹാനവറുകൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാനോ? പൊടാ, കല്ല് പറക്കിട്ട് എറിഞ്ഞു, പൊട ചങ്ങായി, ഞാനൊന്നുമല്ല ദുആ ചെയ്ത്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് കല്ല് പറക്കി എറിഞ്ഞ് ഓടിച്ചു, വാതിലടച്ചു. പിറ്റേ ദിവസമായി 3 ദിവസമായിട്ട് ഈ മനുഷ്യനെ പള്ളിയിൽ കാണാതെ വന്നപ്പോ ആ പള്ളിക്കകത്ത് കിടന്നുറങ്ങിയ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ വീട് തെരഞ്ഞുപോയി. അവിടെ ചെന്നപ്പോ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അയൽവാസിയോട് ചോദിച്ചു, ഇവിടെ ഒരാളുണ്ടായിരുന്നില്ല എവിടെയെന്ന്? നിങ്ങൾ അന്ന് വന്നതിന് ശേഷം ആ മനുഷ്യൻ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നാട് വിട്ടുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് മഹാന്മാർ. അവരുടെ കറാമത്തുകൾ മറ്റൊരാൾ അറിയുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നങ്ങനല്ല. ഇന്നത് പറയാനും പരസ്യപ്പെടുത്താനും ആളെ കൂട്ടുന്ന കാലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനത് മുറുകെ പിടിച്ച് ജീവിക്കണേ. ആദർശമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ് മുറുകെ പിടിക്കേണ്ടത്. സുന്നികളായി ജീവിക്കണം. ആരും എന്തും പറയട്ടെ, പരിഹസിക്കുന്നവനെ പരിഹസിക്കട്ടെ, കളിയാക്കുന്നവനെ കളിയാക്കട്ടെ, അവൻ എന്ത് വേണമെങ്കിലും നമ്മളെ പറഞ്ഞോട്ടെ. നമ്മളത് കേട്ട പരിചയം പോലും കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദർശം മുറുകെ പിടിച്ചു വേണം ജീവിക്കാൻ. ഇത് പറയുമ്പോ നമ്മളിൽ പലരും പറയും, ഉസ്താദേ എന്റെ പൊന്നുമോൻ ഇതെല്ലാം ഉള്ളവനായിരുന്നു, അവന് നബിദിനമുണ്ടായിരുന്നു, നബിദിന റാലി ഉണ്ടായിരുന്നു, മൗലിദ് ഉണ്ടായിരുന്നു, 3, 7, 11, 40 ഖത്തമത പടച്ചവനെ ആണ്ടുമൊക്കെ ഉണ്ടായിരുന്നു, മഹാന്മാരെ ഇഷ്ടപ്പെട്ടവനായിരുന്നു. പക്ഷേ സൗദി അറേബ്യയിൽ പോയിട്ട് വന്നപ്പോൾ അവന്റെ സ്വഭാവമൊക്കെ മാറി ഉസ്താദ്. ചില ആൾക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോ അവനെല്ലാം മാറി. ഇന്ന് വീടിന്റെ അകത്ത് വലിയ പ്രശ്നമാണ്. ഞാൻ മരിച്ചുപോയാ പടച്ചവനെ അവൻ ദുആ ചെയ്യുമെന്ന് പോലും എനിക്കിന്ന് സംശയമാ ഉസ്താദ്. മക്കള് കാരണം സങ്കടപ്പെടുന്ന മാതാപിതാക്കള്, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾ മനസ്സിലാക്കണം. മക്കളെന്ന് പറഞ്ഞ് കരയുന്നവരോട്, എടോ പ്രസവിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകണമെന്നില്ല. 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബിയെ പോലെ പ്രബോധനം നടത്തിയ ഒരു പ്രവാചകനും ഈ പ്രപഞ്ചത്തിലില്ല. അല്ലാഹുവേ, 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം അവസാനം തൂഫാൻ
എന്ന് പറയുന്ന പടച്ചറപ്പിന്റെ അദാബ് ഇറങ്ങിയപ്പോ അവിടുന്ന് കപ്പലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരുമായി കപ്പലിന്റെ അകത്ത് നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനെ കടന്നു പോകുമ്പോ തന്റെ പൊന്നാര മകൻ വിശ്വാസിയല്ല, അവിശ്വാസിയാണ്. വാപ്പയുടെ ആദർശമല്ല, മറ്റൊരാദർശമാണ്. അവന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ നൂഹ് എന്ന് പറയുന്ന പിതാവ് വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഉപ്പാട പൊന്നുമോനെ, വാപ്പയുടെ ആദർശം മുറുകെ പിടിക്കടാ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കടാ, ഈ കപ്പലിന്റെ അകത്തേക്ക് കേറുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാ, നീ ഇതിനകത്ത് കിടന്ന് മരിച്ചു പോകുമടാ, ഇത് സാധാരണ വെള്ളപ്പൊക്കമല്ല. പിതാവ് തന്റെ പൊന്നാര മകനെ ഓർമ്മപ്പെടുത്തുമ്പോ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ മകൻ പറയുകയാണ്, വാപ്പാടെ കാര്യം നോക്കിക്കൊള്ളാറ്, വെള്ളപ്പൊക്കമുണ്ടായാൽ ആ കാണുന്ന മലയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ രക്ഷപ്പെടും, വാപ്പയുടെ വഴി നോക്കാം. തന്റെ പൊന്നാര മകൻ പറയുമ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സങ്കടമായി. തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തില് തന്റെ മുമ്പിൽ കിടന്നിട്ട് മുങ്ങിച്ചാകുമ്പോ നൂഹ് നബി വിളിക്കുന്നു, അല്ലാഹുവിനെ വിളിക്കുകയാണ്, യാ റബ്ബി. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുന്നു, നീ എനിക്കൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു പടച്ചവന്, എന്റെ അഹ്ലിന് സംരക്ഷണം തരുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ എന്നോട് വാഗ്ദാനം ചെയ്തിരുന്നു റബ്ബേ. ഇതെന്റെ അഹ്ലാണ് റബ്ബേ, ഇതെന്റെ മോനാണ് റബ്ബേ, ഇവൻ എന്റെ കുടുംബമാണ് റബ്ബേ. നീയല്ലേ പറഞ്ഞത് എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന്, എന്റെ കുടുംബത്തിന് സംരക്ഷണം തരുമെന്ന് നീ പറഞ്ഞല്ലോ പടച്ചവന്. ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ചാകുന്നത് എന്റെ മകനാണ് തമ്പുരാന്, എന്റെ അഹിലാണ് തമ്പുരാന്. നൂഹ് നബിയുടെ മകൻ തന്നെയാണ്, നൂഹ് നബിയുടെ രക്തത്തിൽ പിറന്നവൻ തന്നെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ മറുപടി എന്തായിരുന്നെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മറുപടി, നൂഹേ വലൈസ മിൻ അഹ്ലിക, അവൻ അങ്ങയുടെ അഹിലല്ല നബിയേ, അങ്ങയുടെ കുടുംബമല്ല നബിയേ. യഥാർത്ഥത്തിൽ നൂഹ് നബിയുടെ സ്വന്തം മകൻ തന്നെയാ. ആദർശം മാറിയപ്പോ പടച്ചവൻ പറഞ്ഞു വിട്ടേക്കാറ്, ആദർശം മാറിയപ്പോ, വിശ്വാസം മാറിയപ്പോ അല്ലാഹു പറഞ്ഞത് നിന്റെ അഹിലല്ലെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കള് തലതിരിഞ്ഞതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഉപ്പാ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് തലതിരിഞ്ഞു പോയതല്ലേ, സങ്കടപ്പെടേണ്ട, അവന്റെ കാര്യം വിട്ടേക്ക്. എന്തിനാ നീ സങ്കടപ്പെടുന്നത്? അതേ വീടിന്റെ അകത്ത് നീ സുന്നിയായി ജീവിക്കൂ. മക്കൾ എന്തും ചെയ്യട്ടെ, മക്കളേതും നടക്കട്ടെ, ആ വീടിന്റെ അകത്ത് ആദർശം മുറുകെ പിടിച്ച് ജീവിക്കൂ. പെങ്ങളെ ഭർത്താവ് ഏതാശയമുള്ളവനാകട്ടെ, നീ സുന്നിയായി ജീവിക്കണം. ഒരിക്കലും അവന്റെ മുമ്പിൽ പരാജയപ്പെടരുത്. ആദർശത്തിൽ വെള്ളം ചേർക്കരുത്. പണം കാണുമ്പോ മാറുന്ന ആദർശമാകരുത്. സ്ഥാനമാനങ്ങൾ കാണുമ്പോൾ കിട്ടുമ്പോൾ മാറുന്ന ആദർശമാകരുത്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മക്കളെ ദീൻ മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. നിങ്ങൾ ആദർശം മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. നിങ്ങൾ അല്ലാഹുവേ മരിക്കുന്നത് വരെ ആ ആദർശത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് തന്റെ പൊന്നാര മക്കളെ ഉപദേശിച്ചു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു, വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തു, ആദർശം മുറുകെ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു നമുക്കും മരിക്കുന്നത് വരെ ആദർശം മുറുകെ പിടിച്ചു ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരെന്തു വേണമെങ്കിലും പറയട്ടെ, ഇന്നലെ കുളിച്ചു വന്നവരല്ലേ, ഇന്നലെ പെയ്ത മഴയ്ക്കകത്ത് വന്നവരല്ലേ, പറയേണ്ടതൊക്കെ പറയട്ടെ. അവർക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്നതൊക്കെ ചുമ്മാതെയാണെന്ന്. പക്ഷെ തിരുത്താൻ പറ്റുന്നില്ല അവർക്ക് തിരുത്താനുള്ള മനസ്സില്ല. അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പാഠം, യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ അടുക്കൽ 11ാമത്തെ മകനായ യൂസുഫ് എന്ന് പറയുന്ന ഒരു ചെറിയ മകൻ വാപ്പയുടെ അടുക്കലേക്ക് രാവിലെ വന്നു. വെളുപ്പാങ്കാല സമയത്ത് യൂസുഫ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി തന്റെ പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. സുബ്ഹാനല്ലാഹ്. യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഉപ്പച്ചി ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചില്ല. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനെ പിടിച്ച് അടുത്തിരുത്തി. ആ 11 വയസ്സുള്ള ആ ചെറിയ മകനെ പിടിച്ചടുത്തിരുത്തിയിട്ട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനോട് ചോദിച്ചു, മോൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് ഒരു പ്രവാചകനാ. ഈ മകൻ മാത്രമല്ല, വേറെ 11 മക്കളുണ്ട്. പിന്നെ ഒരുപാട് തിരക്കുകളുള്ള പ്രവാചകനാ. ഈ തിരക്കുകൾ പിടിച്ച ഈ പിതാവിന് ആ ചെറിയ ഒരു മകൻ രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം വാപ്പാനോട് പറയുമ്പോൾ അത് കേൾക്കാനുള്ള സമയം ആ പിതാവിന് ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ല. വാപ്പ ഇന്നലെ രാത്രി, യൂസുഫ് എന്ന് പറയുന്ന മോൻ തന്റെ വാപ്പാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വാപ്പ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. വാപ്പ ചോദിച്ചു, എന്താ മോനെ കണ്ടേ? വാപ്പ, ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. വാപ്പാനോട് പറയുമ്പോ ആ പിതാവിനത് കേൾക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എന്റെ പിതാക്കന്മാരോട്, മാതാപിതാക്കളോട്, നമ്മളുടെ മക്കളുടെ ഏറ്റവും വലിയ പരാതി, ഉമ്മ എന്നോട് സംസാരിക്കാറില്ല, എന്റെ ഉപ്പ എന്നോട് സംസാരിക്കാറില്ല. കാരണം ഇന്നത്തെ പിതാവിന് തന്റെ മകന്റെ സങ്കടം എന്താണ്, അവന് പറയാനുള്ളത് എന്താണ്, ഇന്നത്തെ പിതാക്കന്മാർക്ക് കേൾക്കാൻ സമയമില്ലടോ. സ്വന്തം മകന്റെ സങ്കടം കേൾക്കാൻ ഉമ്മയ്ക്ക് സമയമില്ല, വാപ്പയ്ക്ക് സമയമില്ല. വാപ്പ പറന്നു നടക്കുകയാണ്, മകന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാറില്ല, അവനോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാറില്ല. വാപ്പാ, നീയല്ലേ കേൾക്കേണ്ടത്? നിന്റെ മകന് പറയാനുള്ളത്, നിന്റെ മകള് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ മനസ്സ് വേണം പെങ്ങള്. ഇന്ന് സമയമില്ലടോ. നാട്ടുകാരുടെ കാര്യം തീർക്കണമല്ലോ, കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കണമല്ലോ, മഹല്ലിലെ വിഷയങ്ങൾ തീർക്കണമല്ലോ. സ്വന്തം മകന്റെ സങ്കടം കേൾക്കാൻ ഇന്ന് പിതാവിന് സമയമില്ല. തിരക്കാ ഒരു 10 മിനിറ്റ് മക്കളുടെ കൂടെ ചെലവഴിക്കാനെന്ന് ഉമ്മയ്ക്കും വാപ്പയ്ക്കും സമയമില്ലടോ. ആ പെൺകുട്ടികളോട് ഉമ്മമാര് മിണ്ടാറില്ല, പഠിച്ചവനെ സ്നേഹിക്കാറില്ല, അവരുമായി ഒരു 10 മിനിറ്റ് സംസാരിക്കാറില്ല. നാട്ടുകാരുടെ കഥകൾ കേൾക്കാൻ, കൂട്ടുകാരുടെ കഥകൾ കേൾക്കാൻ ഫോൺ താഴെ വെച്ചാലല്ലേ മകളോട് സംസാരിക്കാൻ പറ്റുക. പെങ്ങള്, ഒരു മകള് പറഞ്ഞതാണ്, ഉസ്താദ്, എന്റെ ഉമ്മ എവിടെ പോയാലും എന്നെ കൊണ്ടുപോകാറില്ല. ഉമ്മ എവിടെ പോയാലും എന്നെ കൊണ്ടുപോകാറില്ല. കാരണം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ടെന്ന് പറയുന്നത് ഉമ്മയ്ക്ക് നാണക്കേടാണ്. കല്യാണ വീട്ടിൽ ഉമ്മ ഒറ്റയ്ക്കാണ് പോകുന്നത്. കാരണം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വലിയ മകളുണ്ടെന്ന് പറഞ്ഞ പടച്ചവനെ നാണക്കേടായി കാണുന്ന ഒരു കാലത്താ നമ്മൾ ജീവിക്കുന്നത്. ഏ സഹോദരാ, വാപ്പാ, നീ നിന്റെ മക്കളോട് സംസാരിക്കണം. ബാപ്പാ, അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവനെ തല്ലിയിട്ട് കാര്യമില്ല. നീ അവനെ ഒന്ന് സ്നേഹിക്ക്, അവന്റെ സങ്കടം എന്താണെന്നൊന്ന് കേൾക്ക്, അവന്റെ ചുമലിലൊന്ന് കൈയിട്ടിട്ട് എന്താണടാ നിന്റെ പ്രശ്നമെന്നൊന്ന് സ്നേഹത്തോടെ ചോദിച്ചാ മതി. പടച്ചവനെ, അവന്റെ സങ്കടം മാറുമല്ലോ, അവന്റെ എല്ലാ പ്രയാസങ്ങളും മാറുമല്ലോ. പക്ഷേ ഇന്ന് മക്കളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാൽ സർവ്വതും തകർന്നു പോകുമെന്നുള്ള ധാരണയാ. മക്കളുടെ ഏറ്റവും വലിയ പരാതി, വാപ്പ എന്നോട് സംസാരിക്കാറില്ല. വാപ്പ ഇപ്പൊ ഈ സമയത്തും ഹിറ്റ്ലറെ പോലെയാ വാപ്പ. വാപ്പ ഇങ്ങനൊന്നും മിണ്ടൂല. മക്കളോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ ആകാശം ഇടിഞ്ഞു വീണുവോ. നിന്റെ മകനല്ലേ, നാട്ടുകാരുടെ അല്ലല്ലോ. എടോ, നീ നാട്ടുകാരെ നന്നാക്കുന്ന എന്തിനാ? സ്വന്തം മകന്റെ കാര്യം നോക്ക്. അവനുമായിട്ടൊരു 10 മിനിറ്റ് നിന്ന് സംസാരിക്ക്. ഉമ്മ, നീ നിന്റെ മകളെ, അവളെ നീയല്ലേ പരിഗണിക്കേണ്ടത്? നീയല്ലേ നിന്റെ മകൾ? അതെങ്ങനാ പെങ്ങൾക്ക് സ്വന്തം മകളെ കൂടെ കൊണ്ടുപോയാൽ ഇത്രയും വലിയ ഒരു മകളുണ്ടെന്ന് പറയുന്നത് തന്നെ നാണക്കേട്. ഇത്രയും വലിയ മോളോ? താത്ത ആഗ്രഹിക്കുന്നത് മകളും ഉമ്മായും കൂടെ നടന്നു പോകുമ്പോ ഇത് അനിയത്തിയാണോ എന്ന് ചോദിക്കണം. അതാ ഇപ്പത്തെ പെണ്ണുങ്ങളുടെ ഇഷ്ടം.
മായ മോളും കൂടെ കല്യാണ വീട്ടിൽ പോകുമ്പോ അനീത്തിയ എന്ന് ചോദിച്ചാ ഭയങ്കര സന്തോഷ, മോളെന്ന് ചോദിച്ചാ മുഖം ചുളിയും. തന്റെ മക്കളെ സ്നേഹിക്കാനൊന്നും സമയമില്ലാർക്കും, എല്ലാവർക്കും തിരക്ക് പിടിച്ച ജീവിതം. വാപ്പ എന്ന് പറഞ്ഞ അയാൾ എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രിയാ, പറയുന്നത് പോലെ നടക്കണം, ഞാൻ പറയുന്നത് പോലെ. ആ കാലമൊക്കെ മാറി വാപ്പ, അതൊക്കെ പണ്ടായിരുന്നു. ആ ഏകാധിപത്യമൊക്കെ പണ്ടായിരുന്നു. ഇപ്പത്തെ കുട്ടികൾ, ഇന്നത്തെ കുടുംബങ്ങൾ, അവർക്കും അവകാശവും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. നീ പറയുന്ന അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റൂല. ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾക്കും അവർക്കും സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളുണ്ട്. അല്ലാതെ നീ പറയണ പോലെ ഇന്നത് പഠിക്കണം, ഇന്നത് ചെയ്യണം, അതൊക്കെ മാറി. അവർക്കൂടെ ഒരു പരിഗണന കൊടുക്കണോടോ, അവരോടും അഭിപ്രായം ചോദിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചത്. ഏത് കാര്യമാണെങ്കിലും നമ്മുടെ മക്കളോട് നമ്മൾ പറയണം, നല്ലതാണെങ്കിൽ നീ അംഗീകരിച്ചാൽ മതി. നമ്മുടെ മക്കളോട് ചോദിക്കണം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 പഠിക്കാൻ പോകുന്നു. എടാ, നിനക്ക് എന്താ പഠിക്കേണ്ട? സയൻസ് പഠിക്കണോ, അല്ലെങ്കിൽ നിനക്ക് എന്താ പഠിക്കാൻ ആഗ്രഹം? അല്ലാതെ ഇന്നത് പഠിക്കണമെന്ന് പറയലല്ല. ആ കുട്ടിയുടെ ആഗ്രഹം കൂടെ ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടൂല, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ നമ്മുടെ മക്കളെ കൂടെ, നമ്മുടെ മക്കളല്ലേ. ഇപ്പൊ ഞാൻ ഉസ്താദാണ്. ഞാൻ എന്റെ മകനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? മൂത്തവൻ എന്നോട് പറഞ്ഞു, വാപ്പ പോലീസുകാരനാകണമെന്ന്. വെടി കൊണ്ടതുപോലെ ഇരിക്കാൻ. അവനോട് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ഒരുത്തം പറഞ്ഞു പോലീസുകാരനാകണം. രണ്ടാമത്തവനോട് ചോദിച്ചു, എനിക്ക് പൈലറ്റ് ആയാൽ മതി വാപ്പ. സുബ്ഹാനല്ലാഹ്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. നീ പോലീസുകാരനാകരുത്, നീ പൈലറ്റ് ആകരുത്, നീ ഉസ്താദ് ആകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ ആര് വേണമെങ്കിലും ആയിക്കോ മക്കളെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പഠിച്ചോ. പക്ഷെ ഉപ്പാനൊരാഗ്രഹമുണ്ട്. എന്താ ഉപ്പ ആഗ്രഹം? നിങ്ങൾ രണ്ടുപേരും ഹാഫിളീങ്ങളാകണം. ഖുർആൻ പഠിച്ചിട്ട് നിങ്ങൾ ആരായാലും ആയിക്കോ, നിങ്ങൾ ഹാഫിളീങ്ങളാകണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിക്കണം. പഠിക്കോ, എന്നിട്ട് നീ ഡോക്ടർ, എഞ്ചിനീയർ എന്നവനായിക്കോ. ഇപ്പൊ ഖുർആൻ കൊണ്ട് പഠിക്കാൻ പറ്റിട്ടുണ്ട്, 8 ജുസുവായി. അള്ളാഹുവിനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഹാഫിളാക്കി തരുമാറാകട്ടെ. ചെറിയ പനിയും ബുദ്ധി ഇന്ന് ഞാൻ വന്നപ്പോ കണ്ടിട്ടാ വന്നേ. ഞാൻ ഇന്ന് വന്നപ്പോഴും ഞാൻ അവനോട് പറഞ്ഞു, ഹാഫിളായി കഴിയുമ്പോ വണ്ടി വിളിച്ച് വീട്ടിൽ വന്നേക്കണം കേട്ടോ. കാരണം നമ്മുടെ മക്കളെ കൂടെ നമ്മൾ പരിഗണിക്കണമടോ. അവർക്ക് നല്ലതാണ് പറയുന്നതെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി, അല്ലെങ്കിൽ അത് തിരുത്തി കൊടുക്കുക. അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കലല്ല. ഇന്നത്തെ ഉപ്പമാർക്കും ഉമ്മമാർക്കും മക്കളോട് സംസാരിക്കാൻ തന്നെ സമയമില്ല. ഒന്ന് സംസാരിക്കുക ചങ്ങാതി. നീ മഹല്ലുകാരിയല്ല തീർക്കേണ്ടത്, നിന്റെ മകന്റെ കാര്യം തീർക്കേണ്ടത്, അവന്റെ സങ്കടം തീർക്കേണ്ടത്, അവന്റെ പ്രയാസം തീർക്കേണ്ടത്. അവന്റെ കൂടെ ഒരു 5 മിനിറ്റ് നീ മനസ്സ് തുറന്ന് സംസാരിച്ച അവൻ കടത്തിനെ പോയിരിക്കോ, കലങ്ങിന്റെ മുകളിൽ പോയിരിക്കോ? ഇല്ല, വാപ്പാന്റെ അടുക്കലിരിക്കും, ഉമ്മാന്റെ അടുക്കലിരിക്കും. ഉമ്മയായിട്ട് മകള് സങ്കടങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സുകളായാ പോരാ, പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാ മക്കളുടെ മനസ്സ് തുറന്നു പലതും പറയാൻ കാരണമാകുന്നതും. അതുകൊണ്ട് അവരോട് സ്നേഹത്തോടെ പെരുമാറണം. അവർക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന് ആ സമയമുണ്ടായിരുന്നു തന്റെ മകനോട് സംസാരിക്കാൻ. അന്താരാഷ്ട്ര കാര്യമല്ല, രാത്രി കണ്ട ഒരു സ്വപ്നം. ആ പിതാവിന്റെ ചാരത്തു തന്നെ പൊന്നാര മകൻ വന്നിരുന്നു. വാപ്പ ചോദിച്ചു, എന്താ മോനെ കണ്ടേ? വാപ്പാനോട് പറഞ്ഞു കൊടുത്തു, വാപ്പാ അവിടെ നിന്ന് തന്റെ ഉപ്പയോട് പറഞ്ഞു കൊടുത്തു, സൂര്യനും ആകാശത്ത് സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഇങ്ങനെ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു വാപ്പാ. വാപ്പായ്ക്ക് ആ സ്വപ്നം കേട്ടപ്പോ മനസ്സിലായി, ഇവന് സാധാരണ ഒരു മകനല്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم.